മലപ്പുറം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മൊബൈൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം മലപ്പുറത്തെത്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് അപേക്ഷകരുള്ള ജില്ലകളിലൊന്നായ മലപ്പുറത്ത് അപേക്ഷ സമർപ്പിക്കുന്നതിന് തീയതി ലഭിക്കാൻ ഏറെ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം. തവനൂർ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ദിവസം 50 പേർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത്. അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ മലപ്പുറം MLA കൂടിയായ വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മൊബൈൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം മലപ്പുറത്തെത്തിയത്. ഈ സേവാ കേന്ദ്രത്തിലൂടെ പ്രായമായവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് പാസ്പോർട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതിനും മുൻഗണന ലഭിക്കും. പാസ്പോർട്ട് അപേക്ഷയ്ക്കായി തീയതി ലഭിക്കുന്നവർക്ക് മൊബൈൽ സേവാ കേന്ദ്രത്തിലെത്തിയും അപേക്ഷ സമർപ്പിക്കാം. ഒരു ദിവസം പരമാവധി 50 പേർക്ക് ഇവിടെ അപേക്ഷ നൽകാനാകും. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ പാസ്പോർട്ട് ഓഫീസറും പാസ്പോർട്ട് സേവന കേന്ദ്രത്തിലെ ജീവനക്കാരനും സേവനം നൽകും. പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിന്റെ ഭാഗമായി വരും മാസങ്ങളിലും മൊബൈൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം മലപ്പുറത്ത് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.